അവരോട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ വേറെ ഒന്നിനും ഇതാവുന്നില്ല. ഞാൻ വെച്ച് വിട്ടു മുതൽ എങ്ങനെയെങ്കിലും അതെനിക്ക് വിറ്റ് കിട്ടിയാൽ മതി. എന്നെ താങ്ങാൻ പറ്റാത്ത കടങ്ങളാണ് എനിക്ക്. അപ്പം മോനോട് പറയാൻ ഈ ചോറിന്ന് ഇത്രയും നേരമായി, ഇപ്പം എൻ്റെ 6-7 ബിരിയാണി എങ്ങാണ്ടാണ് ഇന്ന് പോയേക്കുന്നത്. ഇനി ഇത് ഇത്രയും വിറ്റിട്ട് വേണം എനിക്ക് കടകളിൽ പോകാൻ. പലചരക്കടയിലൊക്കെ ഒത്തിരി പൈസ കൊടുക്കാനുണ്ട് മോനെ. നേരത്തെ കച്ചവടം ചെയ്ത വകയിലുള്ളൂ. ഒരുപാട് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവസാനം ബിരിയാണി കച്ചവടം ചെയ്യുന്ന ഒരു ഉമ്മയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ഉമ്മ ഇതാണ്. ഞാൻ ഇപ്പം ഇത് വിൽക്കുന്നത് എനിക്ക് കരുനാഗപ്പള്ളി തട്ടുകട ഉണ്ടായിരുന്നു മോനെ. അന്നേരം കരുനാഗപ്പള്ളി തട്ടുകടയുടെ അടുത്ത് എനിക്ക് തട്ടുദോശയുടെ പരിപാടിയായിരുന്നു. വൈകിട്ട് 3 മണിക്ക് ഞങ്ങൾ പോവും. എല്ലാം കഴിഞ്ഞിട്ട് വെളുപ്പിന് 5 മണി ആകുമ്പോഴാണ് വരുന്നത്. പ്രമാണമാണെങ്കിൽ ബാങ്കിലിരിക്കുക. അപ്പോൾ അതും നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് വിറ്റ് കടം തീർക്കാമെന്ന് വിചാരിച്ചാണ്ട് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കും ഇവിടെ. മോനോട് പറയാൻ എനിക്ക് കിഡ്നിക്ക് അസുഖം ഉണ്ടായിരുന്നു, പിന്നെ ലിവറിന് വീക്കം, ഹാർട്ടിന് ചുരുക്കമുണ്ട്, പിന്നെ കാല് വെച്ച് എനിക്ക് കാലിൻ്റെ ചിരട്ട മുട്ട് മാറി വെക്കണം. പക്ഷേ അത് 5 ലക്ഷം രൂപയൊക്കെയാണ് പറയുന്നത്. എനിക്കതൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. പിന്നെ കാലെനിക്ക് സ്വാധീനം ഇല്ലാത്ത പോലെ. പിന്നെ ഇപ്പം ഈ നീര് ചിരട്ട മാറി വെക്കണം. പിന്നെ ഈ കിഡ്നിയുടെ അസുഖമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എൻ്റെ ഈ നീര് മാറാത്തത്, എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിപ്പോൾ ഒട്ടും നടക്കാൻ വയ്യ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും എനിക്കൊരു ഓട്ടോ ഇല്ലാതെ വരാൻ പറ്റത്തില്ല. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഓച്ചിറ അജന്ത ജംഗ്ഷനിലാണ്.